ജോലി കഴിഞ്ഞെത്തി കിട്ടാവുന്നിടത്തു നിന്നൊക്കെ പൂക്കൾ സംഘടിപ്പിച്ച് പൂക്കളമൊരുക്കി മലയാളത്തിന്റെ സ്വന്തം തിരുവോണത്തിന് ഇവർ ഹൃദ്യമായി തന്നെ വരവേൽപ്പ് നൽകി. വിദേശത്താണെങ്കിലും ഓണത്തെ മറക്കാൻ കഴിയാത്ത മലയാളിയുടെ ഖത്തറിലെ പ്രതീകങ്ങളിലൊന്നായിരുന്നു ഇത്. റമദാൻ കാലമായതിനാലും തിരുവോണനാളിൽ ജോലിക്ക് പോകേണ്ടതിനാലും ഉത്രാട രാത്രിയിലെ ഈ പൂക്കളവും ഒത്തുചേരലും ഇവരെ പോലുള്ള മലയാളി കുടുംബങ്ങൾക്ക് വലിയ ഓണാഘോഷം തന്നെയായി മാറി. കൂടെ തന്നെ ഇത് 1-2 മുസ്ലിം കുട്ടികളും ഇരുന്നിട്ട് അത്തപ്പൂടുന്നു. അതായത് എല്ലാം ഒരു മത സൗഹൃദത്തിൻ്റെ ലക്ഷണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാ തരത്തിലും വളരെ സന്തോഷം പകരുന്ന ഈ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരുകയാണ് ഞങ്ങൾ. സ്വകാര്യതയിൽ ഒതുങ്ങിപ്പോയ ഓണത്തിന്റെ വലിയ ആഘോഷങ്ങൾ റമദാൻ മാസം കഴിഞ്ഞാൽ ഗൾഫ് മലയാളികളെ കാത്തിരിക്കുന്നുണ്ട്. ഖത്തറിലും വിപുലമായ ഒരുക്കങ്ങൾ ഇതിനായി മലയാളി സംഘടനകൾ നടത്തുന്നുണ്ട്. റമദാൻ വ്രതമനുഷ്ഠിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോടുള്ള ഐക്യദാർഢ്യം ഒരു വശത്ത്, ഓണത്തോടുള്ള വൈകാരികമായ ബന്ധം മറുവശത്ത്. എന്തൊക്കെയായാലും ദോഹയിൽ ഇവരെ പോലെയുള്ള മലയാളികൾ ഓണം ഉള്ളതുകൊണ്ട് ആഘോഷിക്കുകയാണ്. ദോഹയിൽ നിന്ന് PR പ്രവീൺ, ജയ്ഹിന്ദ് ന്യൂസ്.